സജു ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ മഴയുണ്ട്, കൊടയൊക്കെ പിടിച്ചങ്ങനെ സജു നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് റെഡ് അലേർട്ട് ഇല്ല കൊച്ചിയിൽ, എങ്കിൽ പോലും ഒരു മഴ സാഹചര്യം അതിങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തീരദേശ മേഖലകളിലെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ്. ഓറഞ്ച് അലേർട്ട് ആണ്. പക്ഷേ ശക്തമായ മഴ ഇന്ന് പുലർച്ചെ വരെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. മഴയുടെ ഒരു ശക്തി നഗരമേഖലകളിൽ അല്പം ദുർബലപ്പെട്ടു എന്നതൊഴിച്ചാൽ അതിശക്തമായ മഴ ഇന്ന് പുലർച്ചെ വരെയും ലഭ്യമായിരുന്നു. മാത്രമല്ല ജില്ലയിലെല്ലാം മധ്യകേരളത്തിൽ പൊതുവിലെടുത്താലും ശക്തമായ മഴ എല്ലായിടത്തും ലഭ്യമാകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഇതിനകം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും അതാത് മേഖലകൾക്കും ജില്ലകൾക്കും നൽകിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എറണാകുളത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ തുറന്നു. ഞാറയ്ക്കൽ മേഖലയിലാണ്. അത് തീരദേശത്ത് വലിയ തോതിലുള്ള ദുരിതമുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഞാറയ്ക്കൽ, മുനമ്പം, കണ്ണമാലി, ചെറിയ കടവ്, കൈതവേലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള ദുരിതമുണ്ട്. വീടുകളിലേക്കടക്കം വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യമുണ്ട്. കടലാക്രമണം അതീവ രൂക്ഷമാണ് ആ മേഖലകളിൽ. ശക്തമായ മുന്നറിയിപ്പ് ആ മേഖലയിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ കുട്ടനാട്ടിൽ ഒരു ക്യാമ്പ്, കുട്ടനാടിന്റെ അവസ്ഥ നമുക്കറിയാം, സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ്. അവിടെ മഴ അത്ര ശക്തിപ്പെട്ടിട്ടില്ലെങ്കിലും ഇടവിട്ട മഴ അവിടെയും ലഭ്യമാകുന്നുണ്ട്. ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ച് തുറക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയുടെ കാര്യത്തിലും സമാനമായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ, മറ്റ് ജില്ലകളിലൊക്കെ മഴ ദുർബലപ്പെട്ടപ്പോഴും ശക്തമായ മഴ ലഭിച്ച ഒരു മേഖലയാണ് ഇടുക്കി എന്നത്. ഇടുക്കിയുടെ കാര്യത്തിലും കർശന ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ട് എന്നതാണ്. മലയോര മേഖലകളിൽ വലിയ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത അടക്കം ഇതിനകം പ്രവചിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നത് അപകട സാധ്യതാ മേഖലകൾ ഇതിനകം തന്നെ ആളുകൾക്കറിയാം. മലയോര മേഖലയടക്കം തീരദേശ മേഖലയിലടക്കം അങ്ങനെ അപകട സാധ്യതാ മേഖലകളിലൂടെയുള്ള യാത്ര, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മഴ ശക്തിപ്പെടും. മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കാലവർഷം ശക്തമാകുന്നത്. അതിനു മുൻപ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് ആ നിലയ്ക്കാണ്. അതായത് മഴ മാത്രമല്ല, ശക്തമായ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. അതും അപകട സാധ്യത മുന്നിൽ കണ്ടുള്ള ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ആളുകൾക്കും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രത്യേകമായി നൽകിയിട്ടുണ്ട് എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ മഴയുടെ ശക്തി ഇതേ നിലയ്ക്ക് തന്നെ തുടരുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധികൾ വിവിധ കേന്ദ്രങ്ങളിൽ രൂപപ്പെടും. എറണാകുളത്തടക്കം പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. കുട്ടനാട്ടിലും വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അടക്കം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലടക്കം മലയോര മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും മരം കടവൊഴുകി വീണും മറ്റുമൊക്കെയുള്ള അപകടങ്ങളൊപ്പം ഗതാഗത കുരുക്ക് അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ വിവിധ ഇടങ്ങളിൽ രൂപപ്പെട്ടിരുന്നു. മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കാണണം. അങ്ങനെയുള്ള ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ് ഇപ്പോഴും എല്ലായിടങ്ങളിലും, മിക്കവാറും എല്ലായിടങ്ങളിലും മലയോര നഗര തീരദേശ ഭേദമില്ലാതെ ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ കടുത്ത മഴയിലേക്ക് ഉള്ള പ്രവചനം, മുന്നറിയിപ്പ് ഇപ്പോഴില്ല. പക്ഷേ ഇപ്പോഴത്തെ സാധ്യത എന്നത് 2-3 ദിവസങ്ങളിലേക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവുമാണ് ഇപ്പോഴുള്ളത്. ഓക്കെ സജോ, വ്യക്തമാണ്.